നൃത്തത്തിന്റെ പ്രധാന ഘടകമായ കരണങ്ങളെക്കുറിച്ച് രേഖാചിത്രങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ അവസാന മിനുക്കുപണിയിൽ നർത്തകി തലശ്ശേരിയിലെ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. ചിത്രകാരൻ BTK അശോകാണ് ഗ്രന്ഥത്തിന് രേഖാചിത്രം ഒരുക്കുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ 4-ാം അധ്യായത്തിലാണ് നൃത്തത്തിന്റെ അടിസ്ഥാന ഘടകമായ 108 കരണങ്ങൾ പ്രതിപാദിക്കുന്നത്. നർത്തകർ തൻ്റെ ശരീരഭാവങ്ങൾ, കൈകളുടെ നീക്കം, കാലുകളുടെ പൊക്കം എന്നിവയൊക്കെ ശാസ്ത്രീയ രീതിയിൽ ഏകീകരിച്ചാണ് കരണങ്ങൾ രൂപപ്പെട്ടത്. നാട്യത്തിലെ ഋജുത്വം, സൗന്ദര്യം, ഭാവസമ്പന്നത എന്നിവ കൈവരിക്കാൻ കരണങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കരണങ്ങളെ രേഖാചിത്രത്തിൻ്റെ സഹായത്തോടെ സമ്പൂർണ്ണ ഗ്രന്ഥമുണ്ടാക്കാൻ ഷീബ കൃഷ്ണകുമാർ തീരുമാനിച്ചത്. നാട്യശാസ്ത്രത്തിലെ ഓരോ കരണങ്ങളുടെയും ശ്ലോകത്തിൽ പ്രതിപാദിച്ച പോലെ പോസ് ചെയ്യിക്കുകയും അത് അപ്പോൾ തന്നെ വരച്ചെടുക്കുകയും പിന്നീടത് നടരാജ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്തുള്ള ചിത്രരചനാ രീതിയാണ് പുസ്തകത്തിനായി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു പോസ് കൊടുത്ത് ആ കരണം വരച്ചതിന് ശേഷം അതിൻ്റെ ശ്ലോകം സംസ്കൃതത്തിൽ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മലയാളം അർത്ഥം കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉപയോഗക്രമങ്ങൾ, നൃത്തത്തിൽ ഈ കരണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി അതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കരണങ്ങളുടെയും ചിത്രത്തിന് താഴെ നാട്യശാസ്ത്രത്തിലെ സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാളം, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഓരോ കരണങ്ങളുടെയും യോഗരീതി എന്ന ശൈലിയിലാണ് പുസ്തകം ചിട്ടപ്പെടുത്തുന്നത്. ലോക മാനവ സംസ്കൃതിക്ക് ഭാരതം നൽകിയ മഹത്തായ സംഭാവനയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. നാട്യശാസ്ത്രത്തിൽ 4-ാം അധ്യായം താണ്ഡവലക്ഷണം എന്നുള്ള കരണങ്ങളെക്കുറിച്ചുള്ള അധ്യായത്തിലാണ് 108 കരണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. എൻ്റെ 4-ാമത്തെ പുസ്തകം ആയിട്ടാണ് അത് ചെയ്യുന്നത്. നാട്യശാസ്ത്രം 108 കരണങ്ങളുടെ തനിമ എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിന് എല്ലാ കരണങ്ങളും നമ്മൾ വരച്ചതിന് ശേഷമാണ് അത് ചെയ്തിട്ടുള്ളത്. ചിത്രകാരൻ BTK അശോകാണ് ചിത്രങ്ങൾ ഓരോന്നും വരയ്ക്കുന്നത്. ഏറെ ശ്രമകരമായ ഈ ദൗത്യം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് അദ്ദേഹം ക്യാൻവാസിലേക്ക് പകർത്തിയത്. ഒരു വെല്ലുവിളി എന്ന പോലെയാണ് അദ്ദേഹം ഈ ഉദ്യമം ഏറ്റെടുത്തതും. ഒരു പ്രത്യേകത എന്നുള്ളത് വരക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ, പൊതുവേ നമ്മൾ മനുഷ്യനെ വരക്കുമ്പോൾ അത് നമ്മുടെ തലയുടെ 7.5 ഭാഗങ്ങളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അക്കാഡമിക്കലി അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ ദൈവരൂപങ്ങളെ വരക്കുമ്പോൾ അത് 7.5 എന്നുള്ളത് 8ഉം 9ഉം ഒക്കെ ആവുന്നു എന്നുള്ളത് അതും നമ്മളെ പാഠ്യപദ്ധതിയിലുണ്ട്. ആ നിലയിൽ ടീച്ചർ ഇതിന് പോസ് ചെയ്യുകയും ആ ടീച്ചറുടെ ആക്ഷൻസ് ഞാനത് ഒരു ശിവൻ എന്ന രീതിയിലേക്ക് പരകായ പ്രവേശം ചെയ്യുമ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അത്തരം ഒരു രൂപത്തിലേക്ക് ഈ ആക്ഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് കാഠിന്യമേറിയ ജോലി തന്നെയായിരുന്നു. 1/4 നൂറ്റാണ്ടായി നൃത്തരംഗത്തുള്ള ഷീബ കൃഷ്ണകുമാറിൻ്റെ സ്വപ്നം കൂടിയാണിത്. അന്യം നിന്നുപോയ അഷ്ടപതിയാട്ടം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ നിർദ്ദേശങ്ങളോടെ വീണ്ടെടുക്കുകയും 200-ലധികം വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭർത്താവ് കൃഷ്ണകുമാർ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയും ഷീബയ്ക്ക് കരുത്താകുന്നു. ജനം, കണ്ണൂർ.